വേറെ ഒരു കാര്യത്തിലും നിങ്ങളുടെ എനർജി കളയരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുറ്റും ഇഷ്ടം പോലെ കാണും, അതിന് പുറകെ പോയി സമയം കളയരുത്. മനസ്സിലായോ? പിണറായി സർക്കാർ എന്താ മാറാത്തത്? നിനക്കെന്നെ മാറിയിട്ട് മോദി എന്ന് മാറും, ട്രംപ് മാറുമോ? മോദി മാറിയാലും പിണറായി മാറിയാലും ട്രംപ് മാറിയാലും നീ മാറിയില്ലെങ്കിൽ ഒരു ഗുണമില്ല. നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. മനസ്സിലായോ? നമ്മുടെ വിഷയം എനിക്ക് എന്റെ കർത്താവ് മതി. അങ്ങനെ ഇന്റൻസിഫൈഡ് ആയിട്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി ദാഹിച്ചാൽ ഞാൻ പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കേണ്ട. പിന്നെ കർത്താവിനെ കണ്ടാൽ മതി, കർത്താവിനെ കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കർത്താവാണ് നോക്കുന്നത്. നമ്മൾ എന്തോരം എനർജിയാണ് വെറുതെ മനുഷ്യരോട് യുദ്ധം ചെയ്ത് കളയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കളയുന്നത്. മനസ്സിലായോ? അവരെന്നെ നോണ്ടി, അവരെന്നെ ഇങ്ങനെ പറഞ്ഞു, ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞു, അവൻ പറഞ്ഞു അച്ഛോ അത് അങ്ങനെ പറഞ്ഞു, അച്ഛോ അതിങ്ങനെ പറഞ്ഞു. നല്ല ചൂരൽ വെട്ടി അടിക്കണ്ടേ? എടാ, അതിന് സമയം കളയാതെ, അതിനുവേണ്ടി നിന്റെ എനർജി കളയാതെ, ആ സമയം നീ ഏറ്റവും വിലപ്പെട്ടതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതിന് ആത്മാവിൽ നീ പ്രാർത്ഥിക്കുന്നേ. അവൻ എന്നെ പറഞ്ഞാൽ എനിക്ക് എന്റെ യേശുവിനെ കണ്ടാ മനസ്സിലായി, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി. എനിക്ക് വേറെ അതിനെ ചുറ്റും നടക്കുന്ന ലോകത്ത് അവർ എന്നെ നോക്കി ചിരിച്ചില്ല, അങ്ങോട്ട് പോയപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ല, എന്റെ മെസ്സേജിന് മറുപടി അയച്ചില്ല. നമ്മൾ എന്തിനാണ് വെറുതെ ഈ എനർജി ആവശ്യമില്ലാത്തതിനെ കളയുന്നത്? ഞാൻ ചോദിക്കട്ടെ, മനുഷ്യർ നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. മനുഷ്യർ നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. മനസ്സിലായി? ഇതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാൻ പാടില്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പാടില്ല. അപ്പോൾ ഒരു സന്യാസി ഇങ്ങനെ ഇരിക്കുകയാണ്. സന്യാസി ഇരിക്കുമ്പോൾ ഒറ്റ വന്നിട്ട് വായു വന്ന എല്ലാ ചീത്ത മുഴുവൻ പിടിച്ചു. സന്യാസി നാരങ്ങളൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സന്യാസി ഒരു നാരങ്ങളോട് കൊണ്ടാണ്. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, സന്യാസി ഇതെന്താണ് ഇത്രയും തെരുവിളി കേട്ട് ഞങ്ങൾക്ക് തന്നെ അവനെ മടൽ വെട്ടി അടിക്കാൻ തോന്നി. സന്യാസി എന്താണ് ഇങ്ങനെ? അപ്പൊ സന്യാസി പറഞ്ഞു, നിങ്ങൾ സെമിത്തേരി ചെന്നിട്ട് ഒരു കല്ലറയെ നോക്കി അവൻ വിളിച്ച് ചീത്ത മുഴുവൻ വിളിച്ചോ, എന്ത് സംഭവിക്കും? സെമിത്തേരിയിൽ നിന്ന് ഭൂതങ്ങൾ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ കഴുത്തിന് പിടിക്കുവോ? ചത്തവനെ ഇതുവല്ലം ബാധിക്കുവോ? ചത്തവനെ ബാധിക്കുവോ? ഇല്ല. മനസ്സിലായോ? അങ്ങനെ ചത്തോണം, ലോകത്തിന് ചത്തോണം, എന്നിട്ട് ദൈവത്തിന് വേണ്ടി ദാഹിച്ചോണം.